ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും PA ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി KG ശങ്കരപ്പിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 40 മെഗാവാട്ടാണ് ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൗരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേത് ഉൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. ജൂൺ 20 വരെ അംഗീകരിച്ച PRSകളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് ജൂലൈ 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൗൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ. LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൗൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പറ്റ്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മൊണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീം കോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും K. സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.